കഴിഞ്ഞ പ്രാവശ്യത്തിലെ ടാസ്കിൻ്റെ ആ ബഹളമൊന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് പുതിയ ടാസ്ക് വരുന്നത്. ഇനി ഇതിൻ്റെ പുറകെ പോകുള്ളൂ എല്ലാവരും. അപ്പോൾ ഇത് ഒരു ആൾരൂപം കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറകിൽ ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ട്. ആ ബലൂൺ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബലൂണ് പലരും പല രീതിയിലത് ആക്രമിച്ച് ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കും. ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ചത്തതായിട്ട് പ്രഖ്യാപിച്ച് അവരെ ഔട്ടാക്കുക എന്നുള്ളതായിരിക്കും ഈ ടാസ്ക്. അപ്പോൾ ഇതിനകത്ത് ശക്തരാകുന്നത് എനിക്ക് തോന്നുന്നത് ഗബ്രി, ഫിജോ, അർജുൻ അടങ്ങുന്ന ടീം തന്നെയാണ് ശക്തർ. അവർ തന്നെ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഞാൻ നോക്കിക്കാണുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ജിൻഡോയുടെ ടീം, ജിൻഡോ, ജാസ്മിൻ, ഫ്രീദു, അൻഫിബ അടങ്ങിയ ടീം അവർ വളരെ വീക്കാണ്. കാരണം ജിൻഡോ മാത്രമേ ഉള്ളൂ അത് സ്ട്രോങ് ആയിട്ടുള്ളത്. അവർ ഈ ടാസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിക്കാണാനാണ് എനിക്കിഷ്ടം. കാരണം റസ്മിനാണ് ഈ പ്രാവശ്യം ക്യാപ്റ്റൻ. ജിൻഡോയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വരാൻ കാത്തിരിക്കുകയാണ് റസ്മിൻ. ചിലപ്പം ജിൻഡോയെ കളിപ്പിക്കുക തന്നെ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ബാക്കി ഒരു ടീമിനോടും റസ്മിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജിൻഡോയോട് മാത്രമേ ഉള്ളൂ പ്രശ്നം. ആ ടീമിൽ കളിക്കുന്ന ബാക്കി രണ്ടുപേരോടും, ഫ്രീദു ആയാലും നമ്മളെ അൻഫിബ ആയാലും പിന്നെ ജാസ്മിൻ ആയാലും അവരോടും വളരെ സ്നേഹത്തിലാണ്. പക്ഷേ ജിൻഡോ എന്ന് പറയുന്നത് റസ്മിനെ സംബന്ധിച്ച് ഭയങ്കര ചതുർത്തിയായിട്ട് ഉള്ള വ്യക്തിയാണ്. അപ്പം ജിൻഡോ എങ്ങനെ കളിക്കുന്നു എന്ന് നോക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ബാക്കി രണ്ട് ടീമുകളും ജയിക്കാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫിജോയുടെ ടീമാണ് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. ഒരു ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ 100% കൊടുക്കുന്ന ഗബ്രിയുമുണ്ട്. അവർ ചത്താലും ബലൂൺ വിട്ടുകൊടുക്കില്ല എന്ന് തോന്നും. പിന്നെ ഏതെങ്കിലും രീതി അവർ തോക്കുകയാണെങ്കിൽ അത് മഹാ അത്ഭുതമായിട്ട് മാറുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ജിൻഡോയെ ഈ ഗെയിം കളിപ്പിക്കുമോ എന്നറിയാനും എനിക്ക് താല്പര്യമുണ്ട്. അത് മാത്രമേ ഇതിൽ നിന്ന് ഞാൻ നോക്കുന്നുള്ളൂ. പിന്നെ എപ്പോഴും ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്, ഫിസിക്കലായിട്ടുള്ള ഗെയിം കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിടിപ്പിക്കുക. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഗെയിം കഴിയുമ്പോഴും ശരണ്യയുടെ കരച്ചിൽ കേൾക്കാം, എന്നെ പിച്ചി, മാന്തി, അള്ളി എന്ന്. അങ്ങനെയുള്ള വ്യക്തികളെ മാറ്റി നിർത്തുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത്. ഇങ്ങനെയുള്ള ഗെയിം കൊടുക്കുകയും ചെയ്യും, പടി മൊത്തം ഏതെങ്കിലും വ്യക്തിയുടെ തലയിലിടും. വേറെ ആരും വ്യക്തിയുടെ അല്ല, ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ തലയിലോട്ട് വെച്ച് കൊടുക്കും. അതുതന്നെയാണ് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു. ഋഷിയും ഒക്കെ നന്നായി ഏറ്റുമുട്ടുന്നുണ്ട്. എവിടെ എന്തൊക്കെ ചെയ്യും, എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം.